പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ചൊല്ലുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവവചനത്തിലേക്ക് എന്നെ പരിശുദ്ധാത്മാവ് നയിച്ചത് യാക്കോബിൻ്റെ ലേഖനം 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു ആരും പറയരുതേ. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനുമാകുന്നു, താൻ ആരെയും പരീക്ഷിക്കപ്പെടുന്നില്ല താനും. ഓരോരുത്തരൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളിൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുകയാകുന്നു. മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ടു മരണത്തെ പെറുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുതേ. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ നിന്നും വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്നും ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള അജാധാനമോ ഇല്ല. ഈ വചനം എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. എന്നാൽ എല്ലാവരുടെ വിഷയത്തിലും ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും പരീക്ഷയുണ്ട്. പരീക്ഷയുടെ അളവ് പല രീതിയിലാണ്, പല സാഹചര്യത്തിലാണ് പരീക്ഷയുടെ അളവ് വരുന്നത്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു, അവൻ പൊന്നുപോലെ പുറത്തു വരുവാനിടയായി തീർന്നു. പല ജീവിതത്തിലും പല പ്രതിരോധികളുണ്ടായിരുന്നു. എന്നെ ചിന്തിപ്പിച്ചത് ദൈവവചനത്തിൽ പലർക്കും പല പ്രതിരോധികളുണ്ട്. നിങ്ങളുടെ പ്രതിരോധിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടതിന് തിരഞ്ഞു നടക്കുന്നു. കണ്ട, ആരെ വിഴുങ്ങേണ്ടതിന് തിരഞ്ഞു നടക്കുന്നു. ഹല്ലേലൂയ. ഓ രക്തത്താൽ ജയം. ദൈവകൃപ യാവരിക്കട്ടെ, ദൈവശക്തി. ഈ വചനം കേൾക്കുമ്പോൾ കർത്താവെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാണ്, അപ്പൻ്റെ സാന്നിധ്യം വെളിപ്പെടുമാറാണ്. ദൈവകൃപ യാവരിക്കണം. ഈ വചനത്തോട് എതിർത്തു നിൽക്കുന്ന എല്ലാ പോരാട്ട ശക്തികളെയും എല്ലാ ഇരുളിൻ്റെ ശക്തികളെയും നാസ്രേയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു, നീങ്ങി മാറട്ടെ. ദൈവകൃപ യാവരിക്കട്ടെ. ഷാരാധന അടകാമനഗദീപ. ഹല്ലേലൂയ. ഞാൻ 5 വ്യക്തികളെക്കുറിച്ച് ഞാൻ വേഗത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു വ്യക്തിയെ അറിയാം, ധൂർത്തപുത്രനായവൻ. അതായത് അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അപ്പൻ്റെ സമ്പത്ത് മേടിച്ച് കടന്നുപോയ ഒരു മകനെക്കുറിച്ച് കാണുവാൻ, അവൻ ഈ ലോകത്തിലുള്ളതെല്ലാം ആസ്വദിക്കുവാനായിട്ട് അപ്പൻ്റെ നിന്ന് അവകാശം മേടിച്ച് ദൂരയാത്ര ചെയ്യുവാനിടയായിത്തീരുന്നു. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ, എന്നെ ചിന്തിപ്പിച്ചതാണ്, അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിരോധിയെ കർത്താവ് കൊടുക്കുവാനിടയായിത്തീർന്നു. അവൻ ഭക്ഷിപ്പാൻ അവനുള്ളതെല്ലാം അവൻ ഈ ലോകത്തിൽ ആസ്വദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിലുള്ള എല്ലാം, അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് കിട്ടിയ എല്ലാം അവന് തീരുവാനിടയായിത്തീർന്നു. അപ്പോൾ അവന് വിശപ്പടക്കാൻ കഴിയാത്ത അവസ്ഥ വരുവാനിടയായിത്തീർന്നു. അവൻ ഒരു പന്നിയെ നയിക്കുന്ന പന്നിക്കൂട്ടത്തിൻ്റെ ഫാമിൽ ചെല്ലുവാനിടയായിത്തീർന്നു. അതിനെ വളർത്തുന്ന ഇടയിൽ അവൻ്റെ ജോലി പന്നിയെ നടത്തിക്കൊണ്ടു പോകുക എന്നാണ്. എന്നാൽ ആ പന്നിയുടെ കൂട്ടത്തിൽ വിശപ്പ് സഹിക്കാൻ കഴിയാണ്ട് ആ പന്നി കഴിക്കുന്ന ആ ഭക്ഷണം, വാളവര എന്നാണ് പറയുന്നത്, ആ പന്നി കഴിക്കുന്ന ഭക്ഷണം പോലും അവന് കിട്ടാതെയായി. ആഹാ, എൻ്റെ ചിന്തയിൽ ഞാൻ പറയുകയാണ്, ഇവനും പന്നി കഴിക്കുന്ന പാത്രത്തിൽ ചെന്നപ്പോഴേക്കും പന്നി ഒരു മൂളിച്ച മൂളിക്കാണും, എടുക്കരുത്. അപ്പോൾ ഒരു പന്നി മൂളി എൻ്റെ ഭക്ഷണം എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പ്രതിരോധി ആരായിരുന്നു? ഒരു പന്നിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പന്നിക്കൂട്ടങ്ങൾ ഇവനെ പന്നികളുടെ തീറ്റ പോലും തിന്നുവാൻ അനുവാദിക്കാതെ ഇരുന്നപ്പോൾ അവന് സുബോധം വരുവാനിടയായിത്തീർന്നു. കണ്ട, ഇതാണ് ചില പ്രതിരോധികൾ അവൻ്റെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ചില പ്രതിരോധികളെ ദൈവം ആക്കി വെക്കുവാനിടയായിത്തീരും. സകലതും നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ, ഹല്ലേലൂയ, വിശപ്പെന്ന അത് കഴിക്കാൻ വയ്യാണ്ട് വന്നപ്പോൾ അവൻ വിശപ്പടക്കാൻ വേണ്ടി പന്നി കഴിക്കുന്ന ആഹാരം കഴിക്കാൻ ചെന്നപ്പോഴും അവന് അത് കഴിക്കുവാൻ കിട്ടാണ്ട് വന്നു. പന്നി പോലും അവനെ സമ്മതിച്ചില്ല. ഹല്ലേലൂയ.
നമ്മുടെ അപ്പോൾ അവന് സുബോധം വരുവാനിടയായിത്തീർന്നു. കണ്ട, അടുത്ത ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഹന്നയാണ്. ഹല്ലേലൂയ. ഹന്ന എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. ഹന്ന പ്രാർത്ഥിക്കുവാനും ഹന്നയെ കരയിപ്പിച്ച കാര്യം എന്താണെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ള ദിശകളിൽ വളരുന്നവരാണ്. സ്ഥലങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ, ഭവനങ്ങളിൽ, അയൽവാസികളിൽ നിന്ന് നമ്മൾ വളരുന്നവരാണ്. പലരിൽ നിന്നും നമുക്ക് പ്രതിരോധി ഉണ്ടാകും. നമ്മളെ കരയിപ്പിക്കുന്നതും നമ്മളെ പരിഹസിക്കുന്നതും നമ്മളെ നിന്ദിക്കുന്നതുമായ, നമ്മളെവിടെ ചെന്നാലും അവരെല്ലാവരും നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, നമ്മളെ പഴി ചൊല്ലുമ്പോൾ, പരിഹസിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉണ്ടാകും. അവൻ ആരിൽ നോക്കുമെന്നറിയാമോ? ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ ഇടയായിത്തീരും. ഹന്ന പ്രാർത്ഥിക്കുവാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഹന്നയ്ക്കൊരു പ്രതിരോധി ഉണ്ടായിരുന്നു. ഹന്നയെ കുത്തുവാനായിട്ട് ഒരു പെലീനയെ ദൈവമാക്കി വെച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും പല പേരുകളായിട്ടായിരിക്കും ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? നീ ഒന്ന് പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിരോധി ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. കാര്യം എന്താണെന്ന് വെച്ചാൽ നീ പ്രാർത്ഥിക്കുവാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും ഇടയായിത്തീരും. ഹന്നയെ കരയിപ്പിച്ച ആ പെലീനനക്കായി ഞാൻ ഹന്നക്ക് സ്വത്രം പറയുവാൻ ഇടയായിത്തീരും. എന്താ കാര്യം എന്നറിയാവോ? നമുക്കൊരു പ്രതിരോധി ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിലും നമ്മുടെ മനസ്സ് തുറന്ന് കരയുവാനിടയായിത്തീരും. എന്നെ എതിർക്കുന്ന ഒരു ശത്രു എനിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വാക്ക് കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ പരിഹസിക്കുന്നവരുണ്ടോ, നിന്ദിക്കുന്നവരുണ്ടോ, നിന്നെ ആക്ഷേപിക്കുന്നവരുണ്ടോ? എന്നാൽ നിനക്ക് ഹല്ലേലൂയ ഒരു പ്രതിരോധി ദൈവം വെച്ചിരിക്കുന്നത്. ദൈവസന്നിധിയിൽ സകലതും സാധ്യമാക്കുന്നു. ഹന്നയുടെ വിഷയത്തിൽ ഹല്ലേലൂയ തൻ്റെ ഭർത്താവ് പറയുന്നുണ്ട്, ഞാൻ 10 പുത്രന്മാർക്ക് ശ്രേഷ്ഠനല്ലയോ? എത്ര ആശ്വസിപ്പിച്ചിട്ടും ഹന്നയുടെ വിഷയം, ഹന്നക്ക് സന്തതിയില്ലായിരുന്നു, ഹന്നക്ക് മക്കളില്ലായിരുന്നു. ഹന്ന കരയുവാൻ, ഹന്നയെ മക്കളില്ലെങ്കിലും ഹന്നക്ക് അടുത്ത് നിന്നുകൊണ്ടുള്ള പെലീന വന്ന് പറയുകയാണ്, നീ മക്കളില്ലാത്തവളല്ലേ, നീ മച്ചയല്ലേ എന്നുള്ള കുത്തി സംസാരിക്കുന്ന വാക്ക് കേട്ട് ഹന്ന കരയുവാനിടയായിട്ടു. ഹന്ന തീരുമാനിച്ചു, നമ്മുടെ ജീവിതത്തിലും പ്രതികൂലമായ ആരെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം തീരുമാനിച്ച മാതിരി, ഞാൻ ദൈവസന്നിധിയിലേക്ക് ചെല്ലുതരൂ. മനുഷ്യർക്ക് അസാധ്യം എന്നാൽ ദൈവത്തിന് സാധ്യമാകുന്ന ഹല്ലേലൂയ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവരെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഈ വാക്ക് കേൾക്കുമ്പോൾ നിനക്കെതിരെ നിന്ന് പ്രതിരോധിക്കുന്നവരുണ്ടാവും, നിനക്കെതിരെ നിന്ന് കുത്തി സംസാരിക്കുന്നവരുണ്ടാവും. എന്നാൽ ഹല്ലേലൂയ ഹന്നക്ക് ഒരു വിടുതൽ കൊടുത്തൊരു ദൈവത്തെ കാണുവാനിടയായി. ഹന്ന ദേവാലയത്തിലേക്ക് ചെന്നു. അതിമനോവ്യസനത്താൽ അവള് പ്രാർത്ഥന തുടങ്ങി. ഹല്ലേലൂയ. നിന്റെ കരച്ചിൽ ആർക്കും കാണുവാൻ കഴിയയില്ല. ആ പുരോഹിതന് പോലും മനസ്സിലായില്ല. പുരോഹിതൻ മകളെ കണ്ടിട്ട് പറയാണ്, നീ ഹല്ലേലൂയ വീഞ്ഞു കുടിച്ച് മഠയായിരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ അവളുടെ മുന്നിൽ ഇടുവാനിടയായി തീർന്നു. അപ്പോൾ അവൾ പറയുന്നു, ഹല്ലേലൂയ യജമാനനെ, ഞാൻ വീഞ്ഞു കുടിച്ച് മത്തിയല്ല, ഞാൻ മനോവ്യസനയുള്ള ഒരു സ്ത്രീ അത്രേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ പലരും പറയും നമ്മളെ നോക്കിയിട്ട്, നീ എന്തിനിങ്ങനെ ഹല്ലേലൂയ നിരാശപ്പെട്ടിരിക്കുന്നു, നിന്റെ ദുഃഖത്തിന് പങ്കുവെക്കുവാൻ ആരുമില്ല. അപ്പോൾ നിന്റെ മനോവ്യസനക്ക് വേണ്ടി ഹല്ലേലൂയ ഈ വചനം കേൾക്കുമ്പോൾ നീ ഏതിൽ ഭാരപ്പെടുന്നു, നിന്നെ കുത്തുന്ന വ്യക്തി ജീവിതങ്ങളുണ്ടോ, ഹല്ലേലൂയ നിനക്ക് വിടുതലാണ്. ഹല്ലേലൂയ നിന്നെ പരിഹസിക്കുന്നവരുണ്ടോ, നിനക്കൊരു വിടുതൽ കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് ഹന്നയുടെ പ്രാർത്ഥന കേട്ടു. ഹന്ന പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. മനോവ്യസനത്തോടെ പ്രാർത്ഥിപ്പിച്ചപ്പോൾ ഒരു ശമൂവേൽ ബാലൻ പുറത്തു വരുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ഒരു അഭിഷിക്തൻ പുറത്തു വരുവാനിടയായിത്തീർന്നു. ചില പ്രാർത്ഥനകൾ, ഭക്തിയോടുള്ള പ്രാർത്ഥനകൾ ചില വ്യക്തികളെ പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരുന്നു. 5 വ്യക്തിയെക്കുറിച്ച് പറയണമെന്നുണ്ട്. ഞാൻ ഹല്ലേലൂയ സമയത്തുള്ളിൽ എനിക്ക് നിർത്തണമെന്നുമുണ്ട്. ഹല്ലേലൂയ. ദൈവകൃപയാവരിക്കട്ടെ. ഹന്നക്ക് കർത്താവ് ഒരു വിടുതൽ കൊടുത്തു.
ഹല്ലേലൂയ. പിന്നെ ആരാണ് പ്രാർത്ഥിച്ചത്? കുറേനക്കാരനായ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ ക്രൂശ് ചുമന്നുകൊണ്ട് അവന് ഹല്ലേലൂയ ഇഴഞ്ഞിഴഞ്ഞു പോയിക്കൊണ്ടിരുന്നപ്പോൾ, ആ വലിയ മരക്രൂശുമായി ഇറങ്ങിപ്പോയപ്പോൾ, കുറേനക്കാരൻ വയലിന്ന് ജോലി കഴിഞ്ഞ് കയറി വരുന്നവൻ, കുറേനക്കാരൻ ഒരു കറുത്ത വർഗക്കാരൻ വയലിൽ നിന്ന് ജോലി ഇറങ്ങി കഴിഞ്ഞു. ഇവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, വയലിലെ ജോലി കഴിഞ്ഞ് എത്ര ക്ലീൻ ചെയ്താലും അവൻ്റെ ദേഹത്ത് എന്തുണ്ടാവും? അവൻ്റെ വസ്ത്രത്തിൽ ഉണ്ടാകുന്നുണ്ടാവും ചെളി നിറഞ്ഞതായ കാണുവാൻ കഴിയും. ഇതേ അനുഭവത്തിൽ ഹല്ലേലൂയ റോമക്കാർ വിധിക്കുന്ന ഒരു കഴുകുമരമായി ഹല്ലേലൂയ ദോഷികൾക്കും പാപികൾക്കും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും പിടിച്ചുപറിക്കാർക്കും കൊടുക്കുന്ന അപമാനപ്പെട്ട ഒരു ക്രൂശുമായിട്ടാണ് ഒരുത്തൻ വരുന്നത്. ഈ കുറേനക്കാരൻ അറിയില്ല ഹല്ലേലൂയ ഇതാരാണെന്നുള്ളത്. ഇവൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇവനെ ക്രൂശിക്കണം. എവിടെയിൽ? ഗോൽഗുത്താ കുന്നിൽ ഇവർക്ക് യേശുവിനെ ക്രൂശിക്കണം എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിൽ ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവനും അവനും ഒരുപോലെ ഇരിക്കുന്നു. ഇവൻ്റെ വസ്ത്രത്തിൽ പോലും രക്തം പുരണ്ടിരുന്നു. രക്തത്തിൻ്റെ കളർ ഹല്ലേലൂയ വയലിലെ കളർ പോലെ ആയിരിക്കുന്നു. ഇവന് പറ്റിയ ആളാണ് എന്ന് അവർ തീരുമാനിച്ചു. ഇവൻ മനസ്സില്ലാണ്ട് ഇവൻ ആ ക്രൂശ് വേണ്ട എന്ന് പറഞ്ഞു. ഇവൻ മാറിയപ്പോൾ ഇവനെ നിർബന്ധിച്ചത് എന്താണെന്നറിയാവോ? ഇവനെ കുത്തിയത് എന്താണെന്നറിയാവോ? ആ പടയാളികളുടെ കയ്യിരിക്കുന്ന, എന്നെ ചിന്തിപ്പിച്ചതാണ്, ആ പടയാളികളുടെ കയ്യിരിക്കുന്ന കുന്തവും ആ പരിചയും. ഞാൻ ചിന്തിക്കുകയായിരിക്കും, ആ പരിച കൊണ്ടെൻ്റെ അവനെ ഒരു തട്ട് വെച്ച് കൊടുത്തു കാണുന്നതായിരിക്കും. എടുക്കടാ ഈ ക്രൂശ് ഹല്ലേലൂയ. അല്ലെങ്കിൽ അവരെ കുന്തം കൊണ്ട് ഒരു കുത്തു കൊടുത്ത് കാണും. ഈ കുന്തം കൊണ്ട് കുത്തിയതും ഈ കുറേനക്കാരൻ ഈ പരിച കൊണ്ട്, റോമൻകാരുടെ പരിച കൊണ്ടും കുത്തിയത് കൊണ്ട് ആ കുറേനക്കാരൻ ശീമോൻ ഹല്ലേലൂയ ആ ക്രൂശ് എടുക്കുവാൻ നിർബന്ധനാകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇതാണ് പരീക്ഷ. ഹല്ലേലൂയ. അവൻ നിർബന്ധനായപ്പോൾ ഹല്ലേലൂയ. അപ്പം എന്നെ ചിന്തിച്ചത് ഹല്ലേലൂയ കുറേനക്കാരൻ ശീമോൻ ക്രൂശെടുത്തത് എന്തുകൊണ്ടാണ്? അവൻ്റെ കഴിവോ അവൻ്റെ വിവേചനം കൊണ്ടോ ഒന്നുമല്ല, നിർബന്ധിച്ചാണ് ഈ ക്രൂശെടുക്കുവാൻ ഇടയായി തീർന്നത്. ഈ നിർബന്ധപരമായിട്ട് അവൻ ആ ക്രൂശ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ക്രൂശ് എടുത്തത് നിർബന്ധത്താലാണ്. ചിലരുടെ നിർബന്ധമായ ചില പ്രവൃത്തികൾ, ചില പ്രതികൂലങ്ങൾ, പ്രയാസത്തിൻ്റെതായ വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിൽ വന്ന്, കഷ്ടത വെല്ലുവിളി വന്നു, രോഗം വെല്ലുവിളി വന്നു, കുടുംബ തകർച്ച വെല്ലുവിളി വന്നു. അപ്പോൾ ഹല്ലേലൂയ ആരുമില്ല ആശ്രയിപ്പാൻ എന്നാ ആകുന്നുകൊണ്ട് യേശുവെങ്കിലേ എൻ്റെ ക്രൂശ് എടുക്കുവാൻ അവന് നിർബന്ധനായി. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു ഹല്ലേലൂയ അവൻ്റെ മക്കൾ രണ്ടുപേരും കർത്താവിൽ പ്രശസ്തരായി, അവർ ഉന്നതന്മാരായി തീരുവാനിടയായിരുന്നു. അലക്സാണ്ടർ ലൂക്കോസും അവർ കർത്താവിൽ പ്രശസ്തരായി എന്ന് പറഞ്ഞു. ഈ കർത്താവിൻ്റെ ക്രൂശ് എടുത്തത് കൊണ്ട് ചില പ്രതിരോധികൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ചില കൾ തന്നതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ക്രൂശ് എടുക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ സഹോദരന്മാരെ, ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ യേശുവിനെ അറിയുവാൻ ചില കുത്തുകൾ ഉണ്ടാകും, ചില പരിചകൾ കൊണ്ടുള്ള തട്ടുകൾ ഉണ്ടാകും. എന്നാൽ കുറേനക്കാരൻ ഇതൊന്നും മനസ്സിലാക്കി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ്റെ ക്രൂശ് എടുത്തത് കൊണ്ട് അവൻ അനുഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അടുത്ത വ്യക്തിയെ ഞാൻ വേഗത്തിൽ പറയുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രതിരോധിയെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. വെളിപ്പാടുകളുടെ ആഗ്നിത്യം നിമിത്തം നിഗളിച്ചു പോകാതിരിക്കുവാനായിട്ട് സാത്താൻ്റെ ദൂതനെ തന്നെ കാവൽ നിർത്തുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അവനെ കുത്തുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. അവൻ 3 വട്ടം പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. അടുത്ത വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ പത്രോസിനെ കുറിച്ച്. പത്രോസിനും ഇതുപോലെ തന്നെ ഹല്ലേലൂയ യേശുവിനെ തള്ളിപ്പറയുവാനും പ്രാകുവാനും അവനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിരോധിയെ കൊണ്ടുവന്ന് വെക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു കോഴി കൂവിയപ്പോഴേക്കും
ഹല്ലേലൂയ, അവൻ പൊട്ടിക്കരയുവാനിടയായിത്തീർന്നു. ഓ, എൻ്റെ നാഥൻ പറഞ്ഞിരുന്നു, 3 വട്ടം കോഴി കൂമ്പും മുന്നേ നീ എന്നെ 3 തവണ തള്ളിപ്പറയുമെന്നുള്ള വാക്ക് കേട്ട് അവൻ പൊട്ടിക്കരയുവാനിടയായിത്തീർന്നു. കണ്ട, ഒരു നിസ്സാരമായ ഒരു കോഴി കൂവിയപ്പോൾ തന്നെ ഇതാണ് പ്രതിരോധി. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൽ പ്രതിരോധി ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിരോധിയായ പിശാച്, ഹല്ലേലൂയ, ഒരു കോഴി കൂവിയപ്പോൾ ഹല്ലേലൂയ അതിദുഃഖത്തോടെ കരഞ്ഞ പത്രോസിനെ, ഹല്ലേലൂയ ഹന്ന പ്രാർത്ഥിച്ചത്, ഹല്ലേലൂയ ക്രോനക്കാരൻ മാറി നിന്നത്, ഹല്ലേലൂയ ധൂർത്തപുത്രൻ, ഹല്ലേലൂയ ആ പന്നിയുടെ വാളവര തിന്നുവാൻ കോല് കഴിയാണ്ട് മാറിപ്പോയപ്പോൾ, ഹല്ലേലൂയ ജീവിതത്തിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ വരുമ്പോൾ നമ്മൾ മാറിപ്പോകരുതേ. ഇത് കർത്താവിന്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നത് ആരും പറയരുതേ. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ്, തനാരെയും പരീക്ഷിക്കപ്പെടുന്നില്ലെന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളിൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുകയാകുന്നു. ഹല്ലേലൂയ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുതേ. ഹല്ലേലൂയ. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ നിന്നും, ഹല്ലേലൂയ വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്നും ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. ഇത് സ്വർഗത്തിൽ നിന്നാണ് നിന്നെ നിറക്കുന്നത്, നിന്നെ നിർത്തുന്നത്. നിന്റെ പ്രതിരോധിയായ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടതിന്റെ തിരഞ്ഞു നടക്കുന്നു. വെളിച്ചത്തിൽ നിന്ന് പിതാവിങ്കിൽ നിന്നും അവന് വികാരമോ ഗതിഭേദത്താലുള്ള അജാധാനമോ ഇല്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിനക്കൊരു പ്രതിരോധിയുണ്ടോ? നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രതിരോധിയെ വെച്ചിട്ടുണ്ടോ? അത് നിനക്ക് അളക്കാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും. ചിലപ്പോൾ നിന്റെ മക്കളായിരിക്കും, ചിലപ്പോൾ നിന്റെ പങ്കാളിയായിരിക്കും, ചിലപ്പോൾ നിന്റെ അയൽവാസികളായിരിക്കും, ചിലപ്പോൾ നിന്റെ ഫാക്ടറി ആയിരിക്കും, ചിലപ്പോൾ നിന്റെ സ്കൂളായിരിക്കും, ഹല്ലേലൂയ, ചിലപ്പോൾ നിന്റെ കൂട്ടുകാരായിരിക്കും. ഈ പ്രതിരോധിയുള്ളത് കൊണ്ട് ഹല്ലേലൂയ എനിക്ക് പൊന്നുപോലെ പുറത്തു വരും, ഞാൻ പൊന്നുപോലെ പുറത്തു വരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. പരീക്ഷ സഹിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.